ഹായ് ഓൾ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ബോട്ടിൽ ആർട്ട് തന്നെയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമ്മുടെ അധികം കൂട്ടുകാർക്കും ഇതുപോലത്തെ ബോട്ടിൽ ആർട്ട് വേണമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ബോട്ടിൽ ആർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വേറെയും ക്രാഫ്റ്റുകളൊക്കെ നമ്മളുടെ കയ്യിലുണ്ട്. ക്രാഫ്റ്റ് മാത്രമല്ല, സ്റ്റിച്ചിങ് ഉണ്ട്, അതുപോലെ തന്നെ ടിപ്സ് ഉണ്ട്, ചെറിയ ചെറിയ ഈസി കുക്കിങ്സ് ഒക്കെ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവരൊന്ന് പോയി നോക്കൂ കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ ചെയ്യുന്നത് പെയിൻ്റ് ഇല്ലാത്ത ബോട്ടിൽ ആർട്ട് തന്നെയാണ്. അധികം കൂട്ടുകാർക്കും ഇപ്പോൾ പെയിൻറ്റ് മേടിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു, ഉള്ളവർക്കാണെങ്കിൽ പെയിൻറ്റ് കഴിഞ്ഞു, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മൾ പെയിൻ്റ് ഒന്നും ഇല്ലാത്തതാണ് ചെയ്യുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്നത് വൂളാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു കൂട്ടുകാരി പറഞ്ഞിരുന്നു വൂൾ വെച്ച് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് വൂൾ വെച്ച് ചെയ്യുന്നത്. വൂളിൻ്റെ ഓൾറെഡി 2 ഇട്ടിട്ടുണ്ട്. ഇന്നും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വൂളായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്താ ചെയ്യുന്നത് വെച്ചാൽ വൂള് കൊണ്ട് പോം ഉണ്ടാക്കിയെടുക്കണം. പോം ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അറിയാത്തവരൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഇതുപോലെ നമ്മുടെ ബോട്ടിൻ്റെ സൈസിനനുസരിച്ച് നമ്മൾ ഫിംഗറും ഇങ്ങനെ ചുറ്റി കൊടുക്കുകയാണ് വൂള്. ഇത് ഞാൻ വേറൊരു ഇതിന് വേണ്ടി കട്ട് ചെയ്ത് വെച്ചാണ്, അതുകൊണ്ടാണ് ചെറിയ ചെറിയ പീസസ് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ചുറ്റാൻ ഇത്രയും ബുദ്ധിമുട്ടില്ല. ചുറ്റി കൊടുക്കാം. ഓക്കെ, ഒരു കുറച്ചധികം തിക്നെസ് വരുന്ന വിധത്തിൽ നമ്മളിത് ചുറ്റി കൊടുക്കണം. കണ്ടോ, നന്നായിട്ട് ചുറ്റി കൊടുക്കാം കേട്ടോ. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു വൂൾ എടുത്തിട്ട് ഇതുപോലെ ഈ ഫിംഗറിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ഇറക്കി കൊടുക്കാം. കണ്ടോ, മനസ്സിലായല്ലോ? അപ്പോൾ എന്നിട്ട് ഇപ്പുറത്തെ സൈഡിലോട്ട് എടുക്കാം. അതിലെ എടുത്തോ ഇപ്പുറത്തോട്ട് എടുത്തോ. എന്നിട്ട് ഇതിനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കെട്ടിക്കൊടുക്കാം. ഓക്കെ, അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ആരുടെയെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ മേടിക്കാവുന്നതാണ്. എന്നിട്ട് ഇങ്ങനെ പതുക്കെ അഴിച്ചെടുത്തിട്ട് അതിന് ആ കെട്ടൊന്ന് ടൈറ്റ് ആക്കുക. അപ്പോൾ അല്ലെങ്കിൽ വേണമെങ്കിൽ ഇതുപോലെ അതിനൊന്ന് ഹാഫ് മടക്കിയിട്ട് നമ്മൾ കെട്ടിക്കൊടുത്താലും മതി. നന്നായിട്ടൊന്ന് ഉറച്ച് കെട്ടിക്കൊടുക്കുക കേട്ടോ. അപ്പോൾ കെട്ട് എപ്പോഴും നന്നായിട്ട് ഉറച്ച് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. എന്നിട്ട് കെട്ടിയതിന് ശേഷം നമ്മൾ ഈ ലൂപ്പ് പോലെ ഇങ്ങനെ ഉണ്ടാവും, അത് നമ്മൾ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ 2 ഫിംഗർ 3 ഫിംഗറൊക്കെ നമുക്ക് വലുപ്പത്തിനനുസരിച്ച് ചുറ്റി കൊടുക്കാം കേട്ടോ. വെച്ചിട്ട് ചുറ്റി കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഓപ്പൺ ആക്കി കൊടുത്തിട്ട് ഇതിന് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് ഇതുപോലെ പിടിച്ചിട്ട്, ഇപ്പോൾ ചെയ്യുന്ന പോലെ പിടിച്ചിട്ട് അതിൻ്റെ എക്സ്ട്രാ ഉള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്യാൻ ഇങ്ങനെ ബുദ്ധിമുട്ടാണെങ്കിൽ ചെറിയൊരു റൗണ്ട് 2 ഷീറ്റ് പേപ്പർ കട്ട് ചെയ്തിട്ട് ഇതിന് 2 സൈഡിലും വെച്ചിട്ട് മുകളിലും അടിയിലും വെച്ചിട്ട് ആ ഒരു ലെവലിൽ കട്ട് ചെയ്താൽ മതി. അപ്പോഴും പെട്ടെന്ന് ചെയ്തെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇതുപോലെ പിടിച്ചിട്ട് എല്ലാതും ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും അതുമേ എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് അതിനൊന്ന് നല്ലൊരു ബോൾ ഷേപ്പിൽ ആക്കിയെടുക്കാം. ഇതുപോലെ ഇങ്ങനെ ട്രിം ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അറിയുന്ന കൂട്ടുകാർ പോം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ഭാഗം കണ്ടോളൂ. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കും കൂടെ ഒന്ന് ഹെൽപ്പ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് കാണിച്ചു തരുന്നത്. ഇപ്പോൾ ഇതുപോലെ നമ്മളിങ്ങനെ അതിനെ ട്രിം ചെയ്ത് എടുത്തു. എന്നാലാണ് നന്നായി ട്രിം ചെയ്ത് നല്ല തിക്കിൽ വന്നാലാണ് പോമിന് ഭംഗി ഉണ്ടാവുള്ളൂ. പിന്നെ ഈ കട്ട് ചെയ്ത് ഈ പീസസ് കളയണ്ട കേട്ടോ. നമുക്ക് വേറൊരു ക്രാഫ്റ്റ് അടുത്ത ദിവസം അത് വെച്ചിട്ട് ചെയ്യാം. നമ്മൾ ഈ കെട്ടിക്കൊടുത്ത നൂല് അവിടെ നിന്ന് മാറ്റുകയാണ്. എന്നിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് റൗണ്ട് ആക്കി കൊടുക്കുക. അപ്പോൾ നല്ലൊരു പോമായി. അപ്പോൾ ഇതുപോലെ നമ്മൾ കുറച്ച് 2 കളറിൽ കുറച്ച് പോംസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഉണ്ടാക്കാം കേട്ടോ. പോം കളറുകളൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഉണ്ടാക്കാം. കുറച്ച് വൂള് ഇത് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്, അത് ഇട്ടപ്പോൾ പറ്റിപ്പോയതാണ്. ഇനി നമ്മൾ നമ്മുടെ ബോട്ടിലെടുത്തിട്ട് നമ്മൾ ഗ്ലൂ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഗ്ലൂ ഗൺ പ്ലാസ്റ്റിക് ബോട്ടിലുമ്പോൾ ഒട്ടിക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ചിലപ്പോൾ ബോട്ടിലുകൾ അത്ര നല്ല ബോട്ടിലല്ലെങ്കിൽ ബോട്ടിലുകൾ മെൽറ്റായി പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതിൻ്റെ ഷേപ്പ് തന്നെ മാറിപ്പോകും. അപ്പോൾ നിങ്ങൾക്ക് ഗ്ലാസ് ബോട്ടിൽ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ യൂസ് ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ബോട്ടിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ അത്ര നല്ലതല്ലെങ്കിൽ നമ്മൾ സാധാരണ പോലെ ഗ്ലൂവും വെള്ളം കൂടെ ചേർത്തിട്ട് നമ്മൾ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് കൊടുക്കില്ലേ, അതുപോലെ ടിഷ്യൂ പേപ്പറിൻ്റെ ഒരു കോട്ടിങ് കൊടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ ഗ്ലൂ ഗൺ വെച്ച് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇതിപ്പോൾ നല്ല കുറച്ച് ക്വാളിറ്റിയുള്ള ബോട്ടിലാണ്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് ചെയ്യുന്നുണ്ട്. ഞാൻ വേറെ ഒരെണ്ണം ചെയ്തു, അപ്പോൾ അത് പക്ഷേ ബോട്ടിൽ ചുങ്ങിപ്പോയി. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഒരു ലെയർ മജന്തയും ഒരു ലെയർ വൈറ്റും ആയിട്ടാണ് ഇങ്ങനെയാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ വെക്കാം. സിംഗിൾ കളർ വെക്കാം, ലൈൻ പോലെ വെക്കാം, റൗണ്ട് പോലെ വെക്കാം, കുറച്ചധികം മജന്ത വെച്ച് പിന്നെ വൈറ്റ് വെക്കാം. അതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ ബോട്ടിൽ ഇതുപോലെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചല്ലോ, ബോട്ടിൽ കൊണ്ട് നമുക്ക് വേസ് പോലെ ഉണ്ടാക്കി ഷേപ്പാക്കി എടുക്കുന്നത്. അങ്ങനെ വേസ് ഷേപ്പാക്കി എടുത്തിട്ട് ഇത് വെച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ എനിക്ക് ഇങ്ങനെയാണ്. എങ്ങനെ വേണമെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാം. ഈ വൂൾ വെച്ചിട്ട് ഇതിനെ ഡെക്കറേറ്റ് ചെയ്തെടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വൂളിൻ്റെ സൈസുകളും ഷേപ്പുകളും ഡിസൈൻസൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഫുള്ളായിട്ടൊന്ന് ചെയ്തെടുത്തിട്ട് കൊണ്ടുവരാം കേട്ടോ. ഓക്കെ,
അപ്പോൾ അതാ നമ്മളത് ഫുള്ളായിട്ട് ചെയ്തെടുത്തു. ഇനി അതിന് ശേഷം ഞാനിപ്പോൾ ഒരു ചെറിയ ഫ്ലവർ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഫ്ലവർ സ്റ്റിക്കേഴ്സോ സ്റ്റോൺസോ ബീഡ്സോ ഇതൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഹൈലൈറ്റ് ആക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഇത് ബോട്ടിലായിട്ട് ഇങ്ങോട്ടും വീണ് പോവാണത്. ബോട്ടിലായിട്ട് ചെയ്യുന്നതിനേക്കാളും എനിക്ക് ബോട്ടിൽമ ചെയ്യുന്നത് നല്ലതാണ്. നല്ല വലിയ ബോട്ടിലൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയായിട്ടിരിക്കും. ചെറിയ ചെറിയ പോംപോംസ് ഉണ്ടാക്കി കൊടുത്ത് വെച്ച് കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ നമുക്ക് ഇന്നലത്തെ പോലത്തെ ഫ്ലവർ വേസ് ആയാലും നമുക്ക് ചെയ്തിട്ട് അങ്ങനെ ആയാലും ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് മൊത്തത്തിൽ നമ്മളിപ്പോൾ ചെയ്ത് ഒരു ചെറിയൊരു ബണ്ണീനും കൂടെ ഞാൻ അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബോട്ടിലായിട്ട്. വളരെ ഈസിയാണ്. കുറച്ച് ടി വി ഒക്കെ കാണുമ്പോഴോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴൊക്കെ പോംപോംസ് ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ട് ലാസ്റ്റ് അങ്ങ് ഒട്ടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഗ്ലൂ ഗൺ യൂസ് ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കണം. പ്ലാസ്റ്റിക് ബോട്ടിലാണെങ്കിൽ നമ്മൾ സാധാരണ ഫെവിക്കോൾ എന്തായാലും യൂസ് ചെയ്താലും ഇത് ഒട്ടിക്കോളും കേട്ടോ. ഓക്കെ, ഹാർഡ് ഗ്ലൂസാണ് ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബോട്ടിലായിട്ട്. വളരെ ഈസി ആയിട്ടും വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ കൂട്ടുകാർക്ക് ഇപ്പോൾ ഇത് ഹാഫിൽ ഫുൾ മജന്ത വെച്ച് ബാക്കി വൈറ്റ് വയ്ക്കാം. ഇതിൻ്റെ എങ്ങനെ ഡിസൈൻ വേണമെന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കുക കേട്ടോ. വൂളുകളുടെ കളറുകൾ അതുപോലെ അതൊക്കെ നമുക്ക് തീരുമാനിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. താങ്ക് യു.